സ്ഥിരം വരുന്നതല്ല, കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. അവർ ഭാര്യയും ഭർത്താവും കൂടെ നേരത്തെ വരുമായിരുന്നു. അവരിവിടെ വന്നിട്ട് ഇവിടെ ഒരു ലോഡ്ജ് നടത്തിയിരുന്നു. ആ ലോഡ്ജിൽ ഈ സുഭദ്രയും പിന്നെ വേറൊരു അവരുടെ പേരെനിക്കറിഞ്ഞൂടാ, അവരുടെ കൂട്ടുകാരും കൂടി അവിടെ നടത്തിയിരുന്നു. അങ്ങനെയാണ് സുഭദ്രയായിട്ട് പരിചയപ്പെട്ടതെന്നാണ് എൻ്റെ ധാരണ. മക്കളെ ഇടയ്ക്കെല്ലാ ദിവസവും വരാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും വന്ന് അന്വേഷിച്ചിട്ട് പോവുകയും ചെയ്യും. അവർ പ്രത്യേക ടൈപ്പാണ്. കാരണം ഒരു പൈസ കയ്യിൽ നിന്ന് മുടക്കി അവരൊന്നും ചെയ്യില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അതിനാണ് ഈ അമ്പലത്തിൽ അധികം പോകുന്നത്. അതിനാണ് ഒന്ന് ഈ ഗാന്ധിനഗറിൽ, ഒന്ന് തൃപ്പൂണിത്തുറയിലാണ്. ചോട്ടാനിക്കര സ്ഥിരമായിട്ട് വരാറില്ല. 1-2 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ വരും. ഞാൻ കാണുന്നത്, ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് വരുമ്പോൾ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഇതിനെപ്പറ്റി ചെറിയ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലെ കുട്ടി പറഞ്ഞു, ഇല്ല നാരായണൻ ചേട്ടാ, ഞാൻ ഇവിടെ, അത് പിറ്റേ ദിവസമാണ് വിവരം അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു കിറ്റ് കൊണ്ടുവന്ന് അവർ വാതിക്കയിൽ തൂക്കി. അപ്പോൾ ഞാൻ അടുക്കള പണിയെടുക്കുകയായിരുന്നു, അവിടെ തൂക്കിയിട്ട് ഞാൻ എടുത്തോളാം സുഭദ്ര ചേച്ചിന്ന് പറഞ്ഞു. അവരവിടെ തൂക്കിയിട്ട് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിനി സുഭദ്രയാണോ അല്ലെങ്കിൽ വേറെ വല്ലവരുമാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. രാത്രിയായിരുന്നു. പകലാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഒച്ചയുടെ ഓളിൽ കാര്യമില്ല. അവർ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നോട്. എന്താ ഷർമിള, ആ കൂട്ടുകാരത്തിയാണ്, ഞാൻ ലോഡ്ജിൽ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നതാ. അപ്പോൾ അവരുടെ ഈ ഇതിൻ്റെ കുടുംബകാര്യത്തിൽ ഒരു നാഥനുണ്ടല്ലോ, ഇത് വെച്ചിട്ട് സുഭദ്രയാണ് ഈ കല്യാണമൊക്കെ നടത്തി കൊടുത്തതെന്ന് പറഞ്ഞു. ഞായറാഴ്ച കാലത്താണ് സംഭവം നടക്കുന്നത്. രാത്രി ആയപ്പോഴത്തേക്കും ഇത് ചർച്ചാ വിഷയമായി. കാണുന്നില്ല, ഇരിക്കുന്നില്ല, നോക്കുന്നില്ല എന്നായി. കാരണം അന്ന് രാജീവ് ഇവിടെ വന്നിരുന്നു, രണ്ടാമത്തെ മകൻ. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ല, ലോക്കാണ്. അവർ സാധാരണ അങ്ങനെയാണ്. അപ്പോൾ തുടങ്ങി ചെറിയ ചെറിയ സംശയം. അപ്പോൾ അവർ പുറത്ത് സാധാരണ പോകുമ്പോൾ പൂട്ടിയിട്ടിട്ടാണ് പോണത്. അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ തിങ്കളാഴ്ച വിഷയം മാറി, അന്വേഷണം തുടങ്ങി. ഒരു പിടുത്തവും ഇല്ല, ഇവിടെ വന്നിട്ടുമില്ല. അങ്ങനെയാണ് ഇത് ആൾക്കാർ അറിയണത് അപ്പോഴാണ്. സുഭദ്രയുടെ ആലപ്പുഴയിലെ ബന്ധമാണ് ഈ പറഞ്ഞത്. ഈ കുട്ടി താമസിക്കുന്നത് ആലപ്പുഴയിലാണ്. ഷർമിള എന്ന് പറയുമ്പോൾ ഷർമിള ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് ഇവരിപ്പോൾ ഇവിടെ ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങളറിയണത് ഷർമിള വിഭാഗത്തിൽപ്പെട്ടതാണെന്ന്. അതിനു മുമ്പ് ഇതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഈ സുഭദ്ര ചേച്ചി നിൽക്കുമ്പോഴാണ് ഈ കല്യാണത്തിന് ഇടപാടൊക്കെ ആയത് ആലപ്പുഴയിൽ. അങ്ങേർക്ക് മീൻപിടുത്തമാണ് തൊഴിൽ. ഷർമിളയുടെ ഭർത്താവിന് അതിനറിഞ്ഞൂടാ. ചിലപ്പോൾ 1-2 പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള. സുഭദ്ര ചില സമയത്ത് പോകാറുണ്ട്. ഇവർ വരുമ്പോഴാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. അവരുടെ പേഴ്സണൽ കാര്യമല്ലേ, അതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്. ഷർമിളക്ക് അവിടെ ആരുമില്ല. പിന്നെ കുറേ റിലേഷൻസ് ഉണ്ട്. അവരുടെ സ്വത്തൊക്കെ ഭാഗിച്ച് കഴിഞ്ഞിട്ട് സ്വത്തിൻ്റെ ഷെയർ കിട്ടാനായിട്ട് ഞാൻ പോകുന്നുണ്ട് നാരായണൻ ചേട്ടാ അന്ന് എന്നോട് പറഞ്ഞോ. അതന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ. മക്കൾക്ക് അറിയാമെങ്കിലും മക്കൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരത് കൂട്ടാക്കുകയല്ല. അവരിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ സാധാരണ ഇവിടെ വന്നിരിക്കാറുള്ളതാണ് വൈകുന്നേരം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം അവർ രണ്ടുപേരും കൂടെ വന്ന് പരിചയപ്പെട്ടതാണ്. സുഭദ്ര പറഞ്ഞു, ഞാൻ നടത്തുന്ന ലോഡ്ജിലെ അന്തേവാസിയാണിത് ഈ കുട്ടി. അപ്പോൾ അവർ സുഭദ്ര അവിടെ നിന്ന് പിരിഞ്ഞപ്പോൾ ഇവരെ കൂടെ പോന്നു. ഇവിടെ കുറച്ച് ദിവസം താമസിച്ചു, ഇവരെ കൂടെ താമസിച്ചു. അതിന് ശേഷം പോയി. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇത് ഒരു 5-8 വർഷം മുമ്പാണ്. മക്കള് തന്നെയാണ്. ആര് വന്നത് പോയി? അത് തന്നെ. അത് തന്നെ. ഒന്നുമില്ല. അതാ പറഞ്ഞ അവരൊരു പ്രത്യേക മൈൻഡാണ്. മക്കളായിട്ട് കൂടുതൽ ഒരു ഇതില്ല. മക്കളും മിക്ക ദിവസവും വരും. എല്ലാ ദിവസവും വരില്ല. അവർ തൊഴിലുള്ള ആർക്ക്? സുഭദ്രയ്ക്ക് ജോലി, ഈ പൈസ
പണമിടപാടാണ്. കാശ് പലിശ കറക്റ്റ് കറക്റ്റ്. അത് അങ്ങനെ പലിശയല്ല, ബ്ലേഡ് എന്നാണ് അതിന് ലോക്കലായിട്ട് പറയുന്നത്. അപ്പോൾ അതിന് ഡെയിലി കാശ് പിരിക്കാനായിട്ട് പോകും. അവർക്ക് ജീവനുണ്ടെങ്കിൽ അവർ വന്നിരിക്കും. രാവിലെ അമ്പലത്തിൽ പോകും. അത് ഇല്ല, അത് കഴിഞ്ഞ് ഇവിടെ വരും. വരുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലുകളിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഹോട്ടലുകളിൽ കയറിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കാശ് കൊടുക്കാതെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. സോറി, സുഭദ്രയുടെ കൂട്ടുകാരത്തി. സുഭദ്ര ഹെൽപ്പ് ചെയ്യുന്ന, പൈസ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്ത് സുഭദ്രയും കൂടി അവിടെ നിന്ന് കാര്യങ്ങൾ നടക്കാറ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുഭദ്ര എന്തെങ്കിലും കിട്ടിയാൽ അങ്ങോട്ട് പോവും. അത് കാശില്ലല്ലോ, കാശ് കൊടുക്കണ്ടല്ലോ. ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവർ. ഇങ്ങോട്ട് മേടിക്കുകയല്ലാതെ അങ്ങോട്ട് കൊടുക്കില്ല ഒരു പൈസ. ഈ വഴിയുടെ എൻഡിൽ ഇപ്പുറത്തേക്ക് മാറിയിട്ട് അത് വിറ്റതല്ല, അവർ അവിടെ വാടകയ്ക്കായിരുന്നു. കുറേ നാൾ നടത്തിയ. അപ്പം പൈസയുടെ സംബന്ധമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സുഭദ്രയും പിന്നെ ആ നടത്തിയിരുന്ന സ്ത്രീയും തമ്മിൽ തെറ്റി. ഇവിടെ പോലീസ് വന്നിരുന്നു ഇവരെ കാണാതായ ശേഷം? പിന്നെ എത്രയും പ്രാവശ്യം വന്നിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയെടുത്തിട്ടാണ് പോയേക്കാം. ഇല്ല, വളരെ കൂളായിട്ട് കാര്യങ്ങൾ നടന്നു. നമുക്കെന്തെങ്കിലും സംശയത്തിൻ്റെ കാര്യമില്ല. ഒരാളെ സംശയിക്കണമെങ്കിൽ അതിന് വ്യക്തിപരമായ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വേണം. ഇതൊന്നുമില്ലല്ലോ. ലോക്കലായിട്ട് നമ്മളിങ്ങനെ പറയുന്നു, കാണുന്നു, സംസാരിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അവർ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ, ഈ പൈസ കൊടുക്കുന്ന ഇടപാട്, ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ടോ എന്നൊക്കെ. പക്ഷേ പൈസയാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിലും ശത്രുത താനേ വരും. അതങ്ങനെയാണല്ലോ പതിവ്. ഒരു വർഷം മുമ്പാണ്, കുറേ ഒരു വർഷം നിർത്തിയത്. അവർ നിർത്തിയതാണ്. ഇവർ പൈസ കൊടുത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. പൈസ കൊടുക്കാത്ത പിന്നെ അതിൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല. ഷർമിളായിട്ട് അതറിഞ്ഞോളാം, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു അവർ രണ്ടുപേരും കൂടെ. എന്തെന്നാണ് മധു ഇതു എന്നൊക്കെ പറയുന്ന കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്ന. ഒരു 10-15 വർഷമായിട്ടുണ്ട്. ഇവിടെ ഫിഷറീസിൽ ക്യാൻറ്റീനിലായിരുന്നു. ഫിഷറീസ് ഓഫീസ് വാർദ്ധക്യ സഹജമായിട്ട് തന്നെ മരിച്ചാണ്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞാണ്. പിന്നെ അങ്ങേര് ഒരു രോഗിയും കൂടിയായിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ്. മേളിൽ ഒരു ഹിന്ദിക്കാരനാണ്. ഒരാൾ, അവരുടെ ഭാര്യയും ഭർത്താവും മക്കളുണ്ട്. അവർ നൈറ്റിൽ ഈ ലൈനിലെ അറ്റത്തെ മുറിയിൽ താമസിക്കുന്ന അയാളാണ് അവിടെ താമസിക്കുന്നത്. കാരണം അവിടെ അവരുടെ കൂട്ടുകാരൊക്കെ വന്ന്, അവർക്ക് ഈ ഡ്രസ്സിൻ്റെ പരിപാടിയാണ്, ഈ ഹിന്ദിക്കാർ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫാമിലിയായിട്ട് താമസിക്കാനായിട്ട് കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ രാത്രി സമയങ്ങൾ മാത്രമേ അവർ വിടുമായിരുന്നുള്ളൂ. അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. അയ്യോ, പാവങ്ങൾ നല്ല